السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. സാധനങ്ങൾ അല്ലെങ്കിൽ കൂമ്പാരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ അടുത്ത് ഉപയോഗമുള്ളതോ ഇല്ലാത്തതോ എന്ത് വേണമെങ്കിലും ആവാം, അവിടെ നിന്നുകൊണ്ട് മൂത്രം ഒഴിക്കുന്നത്. അൽ വുഖൂഫി വൽ ബൗലി ഇന്ദ സുബാത്തത്തി ഖൗമി. ഹുദൈഫ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് കണ്ടു, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു എന്നായിരിക്കും പറഞ്ഞത്. അവിടെ കച്ചറ കൂട്ടിയിടുന്ന സ്ഥലം, നമ്മളൊക്കെ വേസ്റ്റൊക്കെ കൂട്ടിയിടുന്ന പോലത്തെ എന്തോ ഒരു ഏരിയ, അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുകൊണ്ട് മൂത്രം ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. عن حذيفة رضي الله عنه قال لقد رأيت رسول الله صلى الله عليه وسلم أو قال لقد أتى النبي صلى الله عليه وسلم سباط قوم فبال قائما. വഴിയിൽ നിന്ന് ഒരു മരക്കമ്പോ അതുപോലെ ആളുകൾക്ക് തടസ്സമോ ഉപദ്രവമോ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുവോ നീക്കുന്നത് അതിൻ്റെ കൂലി. മൻ അഖദൽ ഗുസ്ന വമാ യുദിന്നാസ ഫി ത്വരീഖി ഫറമാ ബിഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഒരു മനുഷ്യൻ അയാളുടെ വഴിയിലായിരുന്നു, അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മുള്ള് ഉള്ള ഒരു കമ്പ് അല്ലെങ്കിൽ ഒരു മുള്ളുള്ള വഴിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു മരത്തിൻ്റെ കൊമ്പായിരുന്നു അത്. അദ്ദേഹം അത് അവിടുന്ന് നീക്കി. അള്ളാഹു അവനോട് നന്ദി കാണിച്ചു ചെയ്ത ആ ഒരു പുണ്യപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് അതിന് പകരമായി അവൻ്റെ തെറ്റുകൾ എല്ലാം പുറത്തു കൊടുക്കുകയും ചെയ്തു. أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال بينما رجل يمشي بطريق وجد غصن شوك فأخذه فشكر الله له فغفر له. ഇത് നമ്മളിപ്പോൾ ആവർത്തിച്ച് കാണുന്നതാണ്. വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കിയാൽ അള്ളാഹു എല്ലാം പുറത്തു വരും. നമുക്ക് ആ ഒരു സൗകര്യം കിട്ടട്ടെ, ആമീൻ. പൊതുവഴിയും അതിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനും തമ്മിൽ ഒരു തർക്കമുണ്ടായാൽ, അതായത് ഒരു പൊതുവഴിയാണ്, പക്ഷേ അതിൻ്റെ സ്ഥലത്തിനൊരു ഉടമസ്ഥനുണ്ട്, അയാൾക്ക് അവിടെ എന്തെങ്കിലും പണിയണം, അല്ലെങ്കിൽ ആ സ്ഥലം അയാൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കണം. അങ്ങനെ വരുമ്പോൾ വഴി അടഞ്ഞു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാവുകയോ വഴി ഇല്ലാതെയാവുകയോ ചെയ്യുന്ന ഒരവസ്ഥയെ പറ്റിയിട്ടാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ ആ ഉടമസ്ഥൻ 7 മുഴം സ്ഥലം ആളുകൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അവിടെ വിട്ടുകൊള്ളട്ടെ. ഇദാ ഇഖ്തലഫു ഫി ത്വരീഖിൽ മീതാഇ വഹിയർ റഹ്ബത്തു തകൂന ബൈന ത്വരീഖി സുമ്മ യുരീദു അഹ്ലുഹ ബുനിയാന ഫതുരിക മിൻഹ ലിത്വരീഖി സബഅതു അദ്റുഅ. ദിറാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് മുഴം ആണെന്ന് തോന്നുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 7 മുഴം അല്ലെങ്കിൽ ദിറാ വിടണം എന്ന് വിധി പറഞ്ഞു. അത് പൊതുവഴിയുടെ ഒരു കണക്കാണ്. സ്ഥലത്തിൻ്റെ ഉടമസ്ഥനും വഴിയാത്രക്കാരല്ലെങ്കിൽ വഴിയുടെ അവകാശികളും ഒക്കെ തമ്മിലുള്ള ഒരു തർക്കം വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവിട്ടതാണ്. സമയത്തു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തശാജറു ഫി തരീഖിൽ മീതാഇ ബിസബഅതി അദ്റുഇൻ. ഒരാളുടെ സ്ഥലം പരസ്യമായി പിടിച്ച് പറിച്ച് എടുക്കുന്നത് അയാളുടെ അനുവാദം ഇല്ലാതെ, അല്ലെങ്കിൽ അയാളെ കക്കുന്നതിന് തുല്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അന്നുഹി ബിഗൈരി ഇദിനി സാഹിബിഹി. ഉബാദ പറയുന്നു, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബയ്യത്ത് അല്ലെങ്കിൽ കൈ കൊടുത്ത് സത്യം ചെയ്തിട്ടുണ്ട്, നമ്മൾ കക്കുകയില്ല എന്ന്. വഖാല ഉബാദത്തു ആയന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തൻതഹിബ. അബ്ദുല്ലാഹ് ബിൻ യസീദ് അൽ അൻസാരി വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് വിരോധിച്ചിരിക്കുന്നു. അതായത് മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരാളുടെ സാധനം ബലമായി അല്ലെങ്കിൽ അയാളുടെ അനുവാദം കൂടാതെ പിടിച്ചെടുക്കുന്നതിനെയാണ് കളവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ഥലം അടിച്ചു മാറ്റുന്നത്, അതിർത്തി തർക്കം ഉണ്ടാക്കി സ്ഥലം മേടിച്ചെടുക്കുന്നത്, കട്ടെടുക്കുന്നത്, ഇതെല്ലാം വരും. അതുമാത്രമല്ല, അദ്ദേഹം ശവശരീരം നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിൽ പിന്നെ ശവശരീരത്തിനെ വെട്ടവും കുത്തവും മുറിക്കുകയൊക്കെ ചെയ്യുന്നത് വിരോധിച്ചിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധക്കളത്തിൽ ആ ശത്രുവിനോടുള്ള ദേഷ്യം തീരാതെ വരുമ്പോൾ ശവത്തിനെ വെട്ടി മുറിച്ച് കുളവാക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. സമയത്തു അബ്ദുല്ലാഹി ബിൻ യസീദ് അൽ അൻസാരിയ വഹുവ ജദ്ദുഹു അബൂ ഉമ്മിഹി ഖാല നഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൻ നുഹ്ബ വൽ മുസ്ലത്ത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഒരു വ്യഭിചാരി അനാശാസ്യമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ സമയത്ത് അവൻ വിശ്വാസിയല്ല. ആ തെറ്റ് ചെയ്യുന്ന ആ സമയത്ത് അവൻ മുസ്ലിം അല്ല. ഒരു കള്ളുകുടിയൻ അവൻ കള്ളു കുടിക്കുമ്പോൾ അവൻ ആ സമയത്ത് കള്ളു കുടിക്കുന്ന സമയത്ത് വിശ്വാസിയല്ല.
ഒരു കള്ളൻ കക്കുമ്പോൾ ആ കട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ വിശ്വാസിയല്ല. ഒരു പിടിച്ചുപറിക്കാരൻ പിടിച്ചുപറിക്കുമ്പോൾ ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, ആ പിടിച്ചുപറി നടക്കുന്ന സമയത്ത് അവൻ വിശ്വാസിയല്ല. അപ്പോൾ ആ തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുസ്ലിം അല്ലാതെയായി പോകുന്നു. കാരണം മുസ്ലിമിന് അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആ സമയത്ത് എങ്ങനെ നമ്മൾ മരിച്ചു പോയാൽ മുസ്ലിം അല്ലാതെയാണ് നമ്മൾ മരിക്കുക എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കുക. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يزني الزاني حين يزني وهو مؤمن ولا يشرب الخمر حين يشرب وهو مؤمن ولا يسرق حين يسرق وهو مؤمن ولا ينتهب نهبة يرفع الناس إليه فيها أبصارهم حين ينتهبها وهو مؤمن. കുരിശ് പൊട്ടിക്കുന്നത് അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്നത് പന്നികളെ കൊല്ലുന്നത്. കസ്രി സലീബി വ ഖത്ലിൽ ഖിൻസീർ. ഇത് ലോകാവസാനത്തിൻ്റെ സമയത്ത് ഈസാ അലൈഹി ഇസ്ലാം നേരിട്ട് വന്ന് ചെയ്യുന്ന കാര്യമാണ്, നമ്മളോട് ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകം അവസാനിക്കുകയില്ല, മറിയമിൻ്റെ മകൻ ഈസാ അലൈഹിസ്സലാം നിങ്ങളിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യകുലത്തിനിടയിൽ നീതിപരമായി വിധി പറയുകയും, അതായത് അവിടുത്തെ ഭരണകർത്താവായി വിധി നടപ്പാക്കുകയും, അത് ഖുർആൻ്റെ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് അദ്ദേഹം വിധി പറയുക. അതായത് ഇപ്പോഴുള്ള ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചിട്ട് അദ്ദേഹം നീതിമാനായ ഒരു ഭരണാധികാരിയായിരിക്കും. അദ്ദേഹം കുരിശ് പൊട്ടിച്ച് കളയും അല്ലെങ്കിൽ നശിപ്പിച്ച് കളയും, പന്നികളെ കൊല്ലും, ജിസിയ എന്ന് പറയുന്ന കരം നിർത്തലാക്കും. അതായത് അമുസ്ലിങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിൽ താമസിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു കരമാണ് ജിസിയ. പൈസ ഇത്ര അധികം, അതായത് വളരെയധികം കാശ് എല്ലാവരുടെയും കയ്യിലുണ്ട്. അതുകൊണ്ട് ഒരാളും സദക്കാലി ദാനം കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരാളിൽ നിന്ന് സ്വീകരിക്കുകയില്ല. അതായത് ഫ്രീ ആയിട്ട് പൈസ കൊടുത്താലും ആർക്കും വേണ്ട. അത്ര അധികം പൈസയൊക്കെ ഉള്ള സമയമാണ്, എല്ലാവരുടെ അടുത്തും പൈസയുണ്ട്. ഇത് നമ്മൾ നേരത്തെ 2222 ഹദീസിലും കണ്ടതാണ്. سمع أبا هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم قال لا تقوم الساعة حتى ينزل فيكم ابن مريم حكما مقسطا فيكسر الصليب ويقتل الخنزير ويضع الجزية ويفيض المال حتى لا يقبله أحد. കള്ള് ഇരിക്കുന്ന പാത്രം പൊട്ടിച്ച് കളയൽ അനുവദനീയമാണോ, അതല്ലെങ്കിൽ കള്ള് ഇരിക്കുന്ന തുകൽ സഞ്ചി നശിപ്പിച്ച് കളയാമോ, കീറിക്കളയാമോ? ഒരു ആൾ ഒരു മൂർത്തി അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തിനെ നശിപ്പിച്ചാൽ, അതല്ലെങ്കിൽ ഒരു കുരിശിനെ നശിപ്പിച്ചാൽ, അതല്ലെങ്കിൽ ഒരു നേരം പോക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പാട്ടിന് താളം പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെണ്ട നശിപ്പിച്ചാൽ, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു ഉപകരണം, അതല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒന്ന് നശിപ്പിച്ചാൽ, അത് കഴിഞ്ഞിട്ട് വരുന്ന മരം തീരെ ഉപയോഗമില്ലാതെയായിപ്പോയി, അല്ലെങ്കിൽ പൊട്ടി നശിപ്പിച്ച് കളഞ്ഞു, അതിന് പകരമായി അയാൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ടോ? ഹൽ തുക്സറു ദീനാനു അല്ലതി ഫീഹൽ ഖംറു ഔ തുഖറഖു സിഖാഖു ഫഇൻ കസറ സ്വനമൻ ഔ സ്വലീബൻ ഔ തുംബൂറൻ ഔ മാല യുൻതഫഉ ബി ഖശബിഹി. ചെണ്ട പൊട്ടിച്ച് കളഞ്ഞൊരു കേസ് ഷുറൈഹിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ആ പൊട്ടിച്ച ആളുടെ മേലിൽ നഷ്ടപരിഹാരമൊന്നും വിധിച്ചില്ല. വൗതിയ ഷുറൈഹുൻ ഫീ തുംബൂരിൻ കുസിറ ഫലം യഖ്ദി ഫീഹി ബിശൈഇൻ. സലമ ബിൻ അൽ അഖ്വ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഖൈബർ യുദ്ധത്തിൻ്റെ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീ കത്തിക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനായി തീയൊക്കെ കത്തിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആളുകൾ മറുപടി പറഞ്ഞു, അവരവരുടെ കഴുതകൾക്കുള്ള ആഹാരം പാചകം ചെയ്യുകയാണ്. അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പാത്രങ്ങളൊക്കെ പൊട്ടിച്ച് അതിനകത്തിരിക്കുന്ന സാധനമൊക്കെ എറിഞ്ഞ് കളയുക, ദൂരേക്ക് കളയുക. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഞങ്ങൾ ഇതിനകത്തുള്ള സാധനങ്ങൾ എറിഞ്ഞ് കളഞ്ഞിട്ട് പാത്രം കഴുകിയെടുത്തോട്ടെ, പൊട്ടിച്ച് കളയുന്നതിനേക്കാളും നല്ലതാണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് കഴുകിയെടുത്തോ എന്ന് പറഞ്ഞു. മുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ജിസിയ എന്ന് പറയുന്നത് അമുസ്ലിങ്ങളുടെ മേലിൽ മുസ്ലിം ഭരണാധികാരി അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ വയ്ക്കുന്ന ഒരു ടാക്സ് അല്ലെങ്കിൽ കരം ആണ്. അപ്പോൾ അവർക്ക് അവരുടെ സ്വന്തം മതം അനുസരിച്ച് ജീവിക്കാനും ഇസ്ലാം അപ്പോൾ നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിക്കുന്നില്ല. അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിലും സ്വന്തം മതം അനുസരിച്ച് ജീവിക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷേ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ കാലം വരുമ്പോൾ ജിസിയ ഉണ്ടാവുകയില്ല, കാരണം അന്ന് മറ്റൊരു മതവും അനുവദിക്കുകയില്ല. അദ്ദേഹം വരുമ്പോൾ പറയും, ഇനി എല്ലാവരും മുസ്ലിങ്ങൾ മതി, മറ്റു മതമൊന്നും പാടില്ല എന്ന് പറയും. അപ്പോൾ അതോടുകൂടി എല്ലാവരും മുസ്ലിങ്ങളാവും, ലോകം മുഴുവൻ മുസ്ലിമാവും. ഈസാ അലൈഹി ഇസ്ലാം തിരിച്ചു വരുമ്പോൾ നടക്കാനിരിക്കുന്ന വലിയൊരു സംഭവമാണത്.
അവർക്ക് കാരണം ആ സമയത്ത് വേറെ ഒരു അവസരവും കൊടുക്കുകയില്ല, അല്ലെങ്കിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല. عن سلمة ابن الأكوع رضي الله عنه أن النبي صلى الله عليه وسلم رأى نيرانا توقد يوم خيبر قال على ما توقد هذه النيران قالوا على الحمر الإنسية قال اكسروها وحريقوها قالوا لا نهرقها ونغسلها قال يغسلوا. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അവിടെ 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു കഅബയ്ക്ക് ചുറ്റും. അദ്ദേഹം അവയെ ഒരു വടി കൊണ്ട് കുത്താൻ തുടങ്ങി. എന്നിട്ട് ഇങ്ങനെ ഓതി. അപ്പോൾ എന്തെങ്കിലും വച്ച് കുത്തിപ്പൊട്ടിച്ച് കളയുന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് സത്യം പറയുക, അതായത് ഇസ്ലാമിക ഏകദൈവ വിശ്വാസം, അല്ലെങ്കിൽ ഈ ഖുർആൻ, അതല്ലെങ്കിൽ ബഹുദൈവാരാധകർക്കെതിരെയുള്ള യുദ്ധം. അതായത് സത്യം പുലർന്നിരിക്കുന്നു, അസത്യം പരാജയപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. ബാത്തിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നുണകൾ, പിശാജ്, ബഹുദൈവ വിശ്വാസം, ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് 17-ാമത്തെ സൂറത്ത് 81-ാമത്തെ ആയത്ത്. عن عبد الله بن مسعود رضي الله عنه قال دخل النبي صلى الله عليه وسلم مكة وحول البيت 360 نصبا فجعل يطعنها بعود في يده وجعل يقول جاء الحق وزهق الباطل. ഇസ്രാ 81. അൽ ഖാസിം വിശദീകരിക്കുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ട്, അവർ ഒരു കർട്ടൻ അല്ലെങ്കിൽ ഒരു തുണി, ഒരു വിരി, അതിലെന്തോ പൂക്കളൊക്കെ ഉള്ള അലങ്കാരം ഉണ്ടായിരുന്നു. അത് ഒരു അലമാരയിൽ തൂക്കിയിട്ടു, അല്ലെങ്കിൽ വിരിച്ചിട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കർട്ടൻ കീറി പറിച്ചു കളഞ്ഞു. അപ്പോൾ അവർ അതിനെ 2 കുഷൻ ആക്കി മാറ്റി. അതായത് 2 തലയണ പോലത്തെ എന്തെങ്കിലുമാണ് ഉദ്ദേശിക്കുന്നത്. അത് ആ വീട്ടിൽ ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മുകളിൽ ഇരിക്കാറുണ്ടായിരുന്നു. അൻ അബീഹിൽ ഖാസിമി അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്നഹാ കാനത്തി തഖദ അലാ സഹ്വത്തിൻ ലഹാ സിത്രൻ ഫീഹി തമാഥീലു ഫഹതകഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഖദത് മിൻഹു നുംറൂഖതൈനി ഫകാനത ഫിൽ ബൈത്തി യജ്ലിസു അലൈഹിമ. സ്വന്തം സമ്പത്ത് സംരക്ഷിക്കുന്നതിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന ആളെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൻ ഖാതല ദൂന മാലിഹി. അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ആരെങ്കിലും ഒരാൾ അവൻ്റെ സ്വന്തം സമ്പത്ത് സംരക്ഷിക്കുന്നതിനിടയിൽ മരിച്ചുപോയാൽ അവൻ രക്തസാക്ഷിയാകുന്നു, ഷഹീദ് ആകുന്നു. عن عبد الله بن عمرو رضي الله عنهما قال سمعت النبي صلى الله عليه وسلم يقول من قتل دون ماله فهو شهيد. ഇപ്പോൾ കടയിലെ കാര്യങ്ങളൊക്കെ പിടിച്ചു പറിക്കാൻ വരുന്നു, ആ സമയത്ത് നമ്മൾ തടയാൻ നോക്കുന്നു, അതല്ലെങ്കിൽ കളവ്, മോഷണം, പിടിച്ചു പറി, ഇതിൻ്റെ ഇടയിലൊക്കെ മരിച്ചു പോയാൽ ഷഹീദാണ് എന്ന് ഈ ഹദീസ് സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു ആൾ ഒരു മരത്തിൻ്റെ പാത്രമോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലുമോ പൊട്ടിക്കുന്നു, അത് മറ്റൊരാളുടെ ഉടമസ്ഥയിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ അതിന് നഷ്ടപരിഹാരം കൊടുക്കണമോ? ഇദാ കസറ ഖസഅത ഔ ശൈഅൻ ലിഗൈരിഹി. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യയോടൊപ്പമായിരുന്നു. വിശ്വാസികളുടെ മാതാക്കന്മാരിൽ നിന്നും ഒരാൾ, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ, ഒരു മരപ്പാത്രത്തിൽ കുറച്ച് ആഹാരം അവരുടെ വേലക്കാരൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, ആരുടെ വീട്ടിലായിരുന്നോ റസൂൽ അന്നേരം ഉണ്ടായിരുന്നത്, ആ ഭാര്യ ആ പാത്രം അവരെ കൈകൊണ്ട് തൂക്കുകയോ തൊടുകയോ എന്തോ ചെയ്തു, അല്ലെങ്കിൽ അടിക്കുകയോ എന്തോ ചെയ്തു. ആ പാത്രം പൊട്ടിപ്പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പൊട്ടിപ്പോയ കഷ്ണങ്ങൾ പറക്കിയെടുത്തു. എന്നിട്ട് ആഹാരം അതിലേക്ക് തിരിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, നീ കഴിക്കൂ എന്ന് പറഞ്ഞു, ആഹാരം കഴിക്കാൻ പറഞ്ഞു. അദ്ദേഹം ആ പൊട്ടിയ പാത്രവും ആ വേലക്കാരനെയും അവിടെ നിർത്തി ആഹാരം കഴിച്ചു കഴിയുന്നതുവരെ. അത് കഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടാത്ത വേറൊരു പാത്രം അതിന് പകരമായി വേലക്കാരൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പൊട്ടിയ പാത്രം അദ്ദേഹം വച്ചു. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചു കളഞ്ഞാൽ നമ്മളതിന് പകരം കൊടുക്കണം. അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇൻദ ബഅദി നിസാഇഹി فأرسلت إحدى أمهات المؤمنين مع خادم بقصاة فيها طعام فضربت بيدهما فكسرت قصاة فضمها وجعل فيها طعام وقال كلوا وحبس الرسول وقصاة حتى فرعوا فدفع القصاة الصحيحة وحبس
മക്സൂറത. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.